ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഇന്ന് എന്താണ് പരിപാടി? എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് തെന്മല പോവുക എന്നുള്ളതാണ്. ഇന്ന് തെന്മല ഡാം കണ്ടതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തെന്മലയിലേക്ക് വന്നോളൂ. പുനലൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് തെന്മല ബസ്സിൽ പോകും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിലാണ്. തെന്മല പോകണമെങ്കിൽ, ഇവിടെ നിന്നും പോകണമെങ്കിൽ ആര്യങ്കാവ് അല്ലെങ്കിൽ തെങ്കാശി, ഈ രണ്ട് ബസ്സിൽ ഏതിലെങ്കിലും കയറിയാൽ മതി. ഞാൻ ഇനി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഇന്ന് തെന്മലയിലേക്ക് വന്നോളൂ. പുനലൂർ ജംഗ്ഷനിൽ നിന്നപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞതാണ്, ഇവിടുത്തെ നല്ല പഴയ ഒരു ഹോട്ടലാണിത്, നല്ല ഫുഡാണ് എന്ന്. അങ്ങനെയാണ് ഞാനിവിടെ ഫുഡ് കഴിക്കാൻ കയറിയത്. നല്ല കിടിലം വാഴയില സദ്യ ആയിരുന്നു. അവിയൽ, തോരൻ, നല്ല പച്ചടി, അതുപോലെ തന്നെ കണ്ട ബീഫ് റോസ്റ്റ്, മീൻ കറി, പപ്പടം, മീൻ ഫ്രൈ, അയലയുണ്ട്, പല തരത്തിലുള്ള മീൻ ഫ്രൈകൾ എല്ലാം കൊണ്ട് നല്ല ഒരു കിടിലം സദ്യ കഴിച്ച ഒരു സംതൃപ്തിയാണ്. നല്ല പുളിശ്ശേരി, സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു. കിടിലൻ ഊണായിരുന്നു. നല്ല ചോറും എല്ലാം ആയിട്ട് നല്ല ഒരു ഫുഡാണ് കഴിച്ചത്. അതിന് ശേഷം ദാണ്ട സസ്പെൻഷൻ ബ്രിഡ്ജ് കാണുന്നുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയുള്ള ഈ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സസ്പെൻഷൻ ബ്രിഡ്ജും എല്ലാം കണ്ട് അതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരമുണ്ട്. നല്ല ഇതിൻ്റെ വഴിയോര വനഭംഗി ആസ്വദിക്കുന്നത് ഭയങ്കര നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഇത് അവിടെ നിന്നും വരുന്ന തെന്മല ഡാമിൽ നിന്നും ഒക്കെ ഇങ്ങോട്ട് വരുന്ന അവിടുത്തെ നദിയിലെ വെള്ളമാണ്. കണ്ട അവിടുത്തെ വനഭംഗിയാണ് ആസ്വദിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടം. എന്ത് രസമാണെന്ന് നോക്കിക്കേ. അതിൻ്റെ ഒരു നിറം കണ്ട, ഒരു പച്ച മഞ്ഞ മിക്സഡ് ഒരു കളറാണ്. അങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണലും നല്ല സുഖകരമായ ഒരു കാലാവസ്ഥയൊക്കെയാണ്. വഴിയോര നമ്മൾ ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് വഴിയോര കാനന ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോകണം. അങ്ങനെ ഞാൻ ഉടൻ തന്നെ തെന്മല ഡാമിൻ്റെ അകത്തേക്ക് പോകുന്നതിനുള്ള എൻട്രൻസിലെത്തി. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. സെക്യൂരിറ്റി ഉണ്ട്. കാർ പാർക്കിങ്ങിനും പ്രത്യേകം ഫീസ് കൊടുക്കണം, എങ്കിൽ മാത്രമേ അവിടെ ഇടാൻ പറ്റൂ. അങ്ങനെ ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഡാം കാണുന്നതിന് വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. ഇത് ചെന്തുരുണിയിലേക്ക് പോകുന്നതിനുള്ള ബസ്സാണ്. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്താൽ ആ ബസ്സിൽ നമ്മളെ കൊണ്ടുപോയി കാണിക്കും. അങ്ങനെ ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. കാർ പാർക്കിങ്ങും ബസ്സുകളെല്ലാം പാർക്ക് ചെയ്യുന്നതിനും എല്ലാം പ്രത്യേക സൗകര്യങ്ങളുണ്ട്. അവിടെ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു പൈപ്പുണ്ട്. നമുക്ക് മുഖവും കൈയും കാലും ഒക്കെ കഴുകണമെങ്കിൽ കഴുകാം. അന്നേരം ചൂടിനൊരു ആശ്വാസം കിട്ടും. ഇതാണ് ഡാമിലേക്കുള്ള വഴി. അങ്ങനെ ഭയങ്കര അത്ഭുതത്തോടു കൂടി ഇത്രയും നാളും റോഡ് വഴിയെ പോകുമ്പോൾ നിന്ന് കാണുന്ന കാഴ്ചകളല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. അതിനകത്ത് ആദ്യമായിട്ടാണ് കയറുന്നത്. അങ്ങനെ ഞാൻ ഈ കാനന ഭംഗിയെല്ലാം ആസ്വദിച്ച് ഡാമിലേക്ക് പോവുകയാണ്. ഇത് അവിടുത്തെ ഒരു ഫൗണ്ടൻ്റെ ഭാഗമായിട്ടുള്ള ഒരെണ്ണമാണ്. നിറഞ്ഞ് വെള്ളമുണ്ട്. ഇതിൻ്റെ അങ്ങോട്ടൊക്കെ നോക്കിയാൽ എല്ലാം വനമാണ്. നമുക്ക് ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടപ്പെടും. നല്ല തണലും നല്ല കാറ്റ്, നല്ല സുഖകരമായ കാറ്റ്. നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ നിന്ന് പോകാനായിട്ട് തോന്നും. തെന്മല ഡാമിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏതാണ്ട് 85.35 മീറ്ററാണ്. ഇത് അങ്ങോട്ട് പോകുന്നതിനുള്ള വഴിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിതമായ ഇക്കോ ടൂറിസം കേന്ദ്രമായ തെന്മലയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അവിടെ പല സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? സഞ്ചാരികൾക്ക് ബോട്ടിങ്, അതുപോലെ തന്നെ ട്രെക്കിങ്, മറ്റ് സാഹസിക വിനോദങ്ങൾ, ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാം. അവിടെ എല്ലാം പോയി കാണാം. ഈ തെന്മല ഡാമിൽ അവിടെ നിന്നും വരുന്ന വെള്ളം നമുക്ക് ജലസേചനത്തിനും മത്സ്യബന്ധനത്തിനും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. തോണ്ടല്ല കാണുന്നതാണ് തെന്മല ഡാം. ഇനി നമുക്ക് ഇതിൻ്റെ ഭംഗിയുണ്ടാ. അങ്ങപ്പുറത്ത് ഭാഗത്തായിട്ട് നല്ല വനപ്രദേശങ്ങളാണ്. കണ്ടാ? നമ്മൾ ഈ തെന്മല ഡാമിൽ എത്തുന്നതിന് മുൻപ് നമുക്കില്ല സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെയൊക്കെ യാത്ര ചെയ്യാം.
ഇവിടെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട് ചെന്തുരുണിയിൽ. നക്ഷത്ര വനം എന്ന് പറയുന്ന ഒരു സംഭവവും ഈ ചെന്തുരുണി എന്ന് പറയുന്ന ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ പോകുന്ന ഭാഗത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അവിടെ എല്ലാം നിന്ന് വീഡിയോസൊക്കെ എടുത്തെടുത്താണ് പോകുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാവരും ബസ്സിലൊക്കെ ഭയങ്കരമായിട്ട് ഒരുമിച്ച് ഒത്തിരി പേരാണ് വരുന്നത്. ഏകയായി ഇങ്ങനെ ആസ്വദിച്ച് പോകുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കുള്ള യാത്രകൾ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇതൊക്കെ KSEBയുടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കാണാം. ഇതൊക്കെ കണ്ട് അതിൻ്റെ മുമ്പിലൊക്കെ ചെടികളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. നല്ല രസമാണ് ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്യാൻ. ഒരുപാട് മങ്കീസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളെ ഉപദ്രവിക്കുകയൊന്നും ഇല്ല, പാവങ്ങളാണ്, ഒന്നും ചെയ്യത്തില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ആക്രമിക്കും. പക്ഷേ ഇതങ്ങനൊന്നുമില്ല. വഴിയിൽ പോകുന്ന കുട്ടികളൊക്കെ ഓരോന്ന് ജ്യൂസും അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ ഓരോന്ന് കൊടുത്തൊക്കെ പോകുന്നുണ്ട്. അവയൊന്നും അനങ്ങാതെ നിന്ന് ഇതൊക്കെ കഴിക്കുന്നു. ഇത് കണ്ട വനത്തിൻ്റെ അങ്ങും മേലോട്ടുള്ള മലയുടെ ഭാഗമാണിത്. ഇനി നമ്മൾ കുറേ നടക്കാനുണ്ട്. ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലേക്ക് എത്താൻ, ഈ ഡാമിൻ്റെ ഏറ്റവും ടോപ്പിൽ. അങ്ങനെ ഇതായിരിക്കുന്നുണ്ട അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ആയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ രസിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതെല്ലാം ആസ്വദിച്ച് കണ്ട തണലോര പ്രദേശങ്ങളാണ് ഈ മരങ്ങളെല്ലാം. ഭയങ്കര രസമാണ്. ഇവിടെ ഇരിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് ഇരുന്നില്ല. കാഴ്ചകളെല്ലാം കണ്ട് നടന്നു. എങ്കിൽ മാത്രമേ രാത്രിയാകുന്നതിന് മുമ്പ് ഇനി തിരിച്ചെത്തൂ. കാരണം എൻ്റെ കാറിലുള്ള യാത്രകളല്ല ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം പ്രിയദർശിനി യാത്രകളാണ്. പ്രിയദർശിനിയും ഫാസ്റ്റ് പാസഞ്ചറും ഇത് രണ്ടിലും യാത്ര ചെയ്താണ് ഈ കാഴ്ചകളെല്ലാം കാണാനായിട്ട് ഞാൻ പോകുന്നത്. സമയം ഒരുപാട് അതിക്രമിച്ചു എന്ന് കണ്ടാൽ ഫാസ്റ്റ് പാസഞ്ചറിലാണ് വരുന്നത്, അല്ലെങ്കിൽ പ്രിയദർശിനിയിലും. അങ്ങനെ ഞാൻ എൻ്റെ തെന്മല ഡാം കാണാനുള്ള എൻ്റെ ആഗ്രഹം സാധിച്ച് ഇങ്ങനെ നടന്ന് കയറി. ഇനി ഒരുപാട് അങ്ങോട്ട് നടന്ന് പോകണം. വേ ടു ഗാലറി. ഇനി കണ്ട ഈ ഉയരമുള്ള ഈ സ്ഥലങ്ങളിലൂടെ നമ്മൾ നടന്ന് അങ്ങ് ചെല്ലുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ കാണും. ഇവിടെയൊക്കെ നമുക്കിരുന്ന് വിശ്രമിക്കാനും എല്ലാം ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല കാറ്റാണ്. അവിടെ ആ തണൽ മരങ്ങളുടെ സമീപത്തായിട്ടാണ് നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം സജ്ജീകരിച്ചിരിക്കുന്നത്. സോ നമുക്ക് നല്ല കാറ്റ് കിട്ടും. അപ്പോൾ ഈ പാതയോരത്ത് കൂടെ ഞാനിങ്ങനെ പോവുകയാണ്. മുകളിൽ നിന്ന് ഒരുപാട് പേര് ഇതെല്ലാം കണ്ട്, തെന്മല ഡാമിൻ്റെ മുകളിലെല്ലാം കണ്ട് തിരിച്ചിറങ്ങി വരികയാണ്. ഈ സ്റ്റെപ്പെല്ലാം മുകളിലേക്ക് കയറണം. അങ്ങനെ ഞാൻ മെല്ലെ ഈ സ്റ്റെപ്പെല്ലാം കയറി മുകളിലേക്ക് പോവുകയാണ്. കാണുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇതാണ് അങ്ങ് ഉയരത്തിൽ കാണുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ നടന്ന് കയറാൻ പോകുന്നത്. ഒരു രക്ഷയുമില്ല. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഭയങ്കര ഭംഗിയാണ്. വനപ്രദേശങ്ങളും പച്ചപ്പും കാറ്റും ഒരു രക്ഷയില്ല. മുകളിൽ ചെന്നാൽ ഭയങ്കര ചൂടാണ്. കാര്യമെന്ന് വെച്ചാൽ ഓപ്പൺ എയറായിട്ട് കിടക്കില്ലേ, അത് കാരണം അവിടെ മാത്രം അല്പം ചൂടാണ്. നമുക്ക് ഇറങ്ങിയാൽ മതിയെന്ന് തോന്നും. ഇവിടെ എല്ലാം നല്ല രസമാണ്. തണൽ മരങ്ങളുള്ളത് കൊണ്ട് ഈ സ്റ്റെപ്പ് കിടന്ന് ഈ സ്റ്റെപ്പും ഇനി കയറി പോകണം. ഞാൻ പതുക്കെയാണ് കയറുന്നത്. കാരണം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയത്തില്ലേ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോഴും നടന്ന് സൂക്ഷിച്ച് കയറി പോവുകയാണ്. ഈ ഭംഗിയെല്ലാം ആസ്വദിച്ച് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. എങ്കിൽ മാത്രമേ ഈ കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ. കിടക്കുന്ന ഇരിപ്പിടം കണ്ടാൽ എനിക്ക് അവിടെ കുറച്ച് സമയം ഇരിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഇരുന്നില്ല. അല്പസമയം ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ ഈ കാറ്റെല്ലാം ആസ്വദിച്ച്. ഇനി ഈ സ്റ്റെപ്പുകൾ നമുക്ക് നല്ല സുഖമായിട്ട് കയറി പോകാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് പിടിച്ച് കയറാം, എങ്ങനെ വേണമെങ്കിലും കയറാം. ഞാൻ മെല്ലെ ഇങ്ങനെ കയറി പോവുകയാണ്. നമ്മൾ നല്ല സൂക്ഷിച്ച് വേണം പോകാൻ. ഇനിയുണ്ട് പരപ്പാർ ഡാമെന്നും ഒരു പേരുണ്ട് ഈ ഡാമിന്. ഈ തെന്മല ഡാമിൻ്റെ വേറൊരു പേരാണ് പരപ്പാർ ഡാമെന്ന് പറയുന്നത്. ഇനി അത്രയും സ്റ്റെപ്പ് കയറിയിട്ട് ഇനിയും സ്റ്റെപ്പുകൾ കയറാനുണ്ട്. ആ സ്റ്റെപ്പും കടന്ന് ഞാൻ വീണ്ടും
മുകളിലെത്തി. ഒരു രക്ഷയുമില്ല. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. ഒരു മായാപ്രപഞ്ചത്തിലെത്തിയ കണക്കാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ കാണുന്ന വെള്ളമെല്ലാം നല്ല ഗ്രീനിഷായിട്ടാണ് കാണുന്നത്. അങ്ങോട്ടെല്ലാം നമ്മുടെ ആകാശം ഇങ്ങനെ കാണുന്നു. എനിക്കറിയത്തില്ല, നമ്മൾ വേറെ സ്വിറ്റ്സർലൻഡൊക്കെ കാണുന്ന ആ ഒരു അനുഭവമാണ്. പച്ചപ്പും അവിടെ നീലയല്ലേ, ഇവിടെ ഇത്രയും പച്ച കളറിലെ ഈ വെള്ളവും ഈ ഡാമും ഇതിൻ്റെ ഭംഗിയും. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്ന് അവരവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഉയരത്തിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കാണാനായിട്ട്. ഇതെല്ലാം നമുക്ക് ജലസേചനത്തിനും മത്സ്യബന്ധനത്തിനും എല്ലാം ഉപയോഗിക്കാം. മീൻ വളർത്തലും എല്ലാം കാണും ഈ വെള്ളം ഉപയോഗിച്ച് അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റ.